അരുൺ മാതേശ്വറിൻ്റെ DC എന്ന സിനിമ ശരത്ചന്ദ്ര ചട്ടോപാധ്യായയുടെ ബംഗാളി നോവലായ ദേവദാസിൻ്റെ മോഡേൺ ഇൻസ്പിറേഷനാണെന്ന് ഇതിനോടകം കേട്ട് കഴിഞ്ഞിരിക്കും. ഇന്ന് നോവലും സിനിമയുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്നൊന്ന് പരിശോധിക്കാം. നോവലിൻ്റെ കഥ വളരെ ചുരുക്കത്തിൽ ഇങ്ങനെയാണ്. ഗ്രാമീണ ബംഗാളിൽ അയൽക്കാരായി വളർന്നവരാണ് ദേവദാസും പാർവതി എന്ന പാരോയും. സമ്പന്നനായ ഒരു ജമീന്ദാർ കുടുംബത്തിലെ അംഗമാണ് ദേവദാസ്. താരതമ്യേന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നുള്ളവളാണ് പാർവതി. കുട്ടിക്കാലത്തെ അടുപ്പം പിന്നീട് പ്രണയമായി മാറുന്നുണ്ടെങ്കിലും ഇരു കുടുംബങ്ങളും തമ്മിലുള്ള സാമൂഹിക സാമ്പത്തിക അന്തരം അവരുടെ ഒന്നിച്ചുള്ള ഭാവിക്ക് തടസ്സമാകുന്നു. പാർവതിയുടെ അമ്മ വിവാഹാലോചനയുമായി എത്തുമ്പോൾ അഭിമാനത്തിൻ്റെയും പദവിയുടെയും പേരിൽ ദേവദാസിൻ്റെ കുടുംബം അത് നിരസിക്കുന്നു. ഉപരിപഠനത്തിനായി കൊൽക്കത്തയിലേക്ക് അയക്കപ്പെടുന്ന ദേവദാസിന് കുടുംബത്തെ ധിക്കരിച്ച് പാർവതിയെ സ്വന്തമാക്കാൻ അവസരം ലഭിക്കുന്നുണ്ടെങ്കിലും അയാൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഒഴിഞ്ഞു മാറുന്നു. ബന്ധം ഉറപ്പിക്കാനോ പൂർണ്ണമായി ഉപേക്ഷിക്കാനോ അയാൾ തയ്യാറാകുന്നില്ല. ഈ നിസ്സംഗത തന്നെയാണ് നോവലിലെ മാനസിക സംഘർഷങ്ങളുടെ കാതലായ ഭാഗം. ഇൻ്റലിജൻറ്റും സെൻസിറ്റീവുമായ ഒരാൾ, എന്നാൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ സാഹചര്യത്താലും തൻ്റെ വ്യക്തിത്വത്താലും കഴിയാത്ത വ്യക്തിയായി അദ്ദേഹം മാറുന്നു. വിവാഹാലോചന നിരസിക്കപ്പെട്ടതിലുണ്ടായ അപമാനം മൂലം പാർവതിയുടെ കുടുംബം അവളെ പ്രായം ചെന്ന ഭാര്യ മരിച്ചുപോയ ഒരാളുമായി വിവാഹം കഴിപ്പിക്കുന്നു. താല്പര്യമില്ലായ്മ കൊണ്ടല്ല, മറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു ഉൾക്കൊള്ളൽ എന്ന നിലയിലാണ് അവൾ ആ വിവാഹം സ്വീകരിക്കുന്നത്. ഒടുവിൽ കടമകൾ നിറവേറ്റുന്ന, മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭാര്യയായി അവൾ മാറുന്നു. വൈകി മാത്രം സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്ന ദേവദാസ് കുറ്റബോധത്തിൻ്റെ പിടിയിലാകുന്നു. കൊൽക്കത്തയിലെ നിശാജീവിതത്തിനിടയിൽ സുഹൃത്തായ ചുനിലാൽ അവനെ ചന്ദ്രമുഖി എന്ന നർത്തകിയുമായി പരിചയപ്പെടുത്തുന്നു. തുടക്കത്തിൽ അവളോടും അവൾ പ്രതിനിധീകരിക്കുന്ന ജീവിതശൈലിയോടും വെറുപ്പും അവജ്ഞയും കാണിക്കുന്ന ദേവദാസ് പിന്നീട് അവളുടെ പരിചരണത്തെ ആശ്രയിക്കാൻ തുടങ്ങുന്നു. എങ്കിലും പാർവതിയോട് തോന്നിയതുപോലൊരു പ്രണയം അവളോട് തോന്നാൻ ദേവദാസ് സ്വയം അനുവദിക്കുന്നില്ല. അവൻ്റെ ദുരിതങ്ങളിൽ മനസ്സലിഞ്ഞ ചന്ദ്രമുഖിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. തൻ്റെ വേശ്യാവൃത്തിയിൽ നിന്ന് മാറി പ്രതിഫലേച്ഛയില്ലാതെ സമർപ്പണത്തിൻ്റെ പാതയിലേക്ക് അവൾ തിരിയുന്നു. മദ്യപാനം, അലക്ഷ്യമായ യാത്രകൾ, ശാരീരികമായ തളർച്ച എന്നിവയിലൂടെ ദേവദാസിൻ്റെ പതനം വേഗത്തിലാകുന്നു. അവൻ്റെ ധാർമ്മികമായ നിസ്സഹായ അവസ്ഥയുടെ പ്രതിഫലനം കൂടിയായിരുന്നു ആ ശാരീരിക തളർച്ച. വിവാഹിതയായ പാർവതിയുമായുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല. മരണാസന്നനായ അവസാന നാളുകളിൽ അവളെ അവസാനമായി കാണാനായി ദേവദാസ് ഒരു യാത്ര നടത്തുന്നു. രാത്രിയിൽ അവളുടെ വീടിന് മുന്നിലെത്തുന്ന അയാൾ ആരും കാണപ്പെടാതെ അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നു. പാർവതി ഇക്കാര്യം അറിയുന്നത് പിന്നീടാണ്. അവസാനമായി ഒരു നോക്ക് കാണാനോ യാത്ര പറയാനോ പോലും അവൾക്ക് കഴിയുന്നില്ല. അവളുടെ ദുഃഖം ആ വീട്ടിലെ നിശബ്ദതയിൽ അലിഞ്ഞു ചേരുന്നു. മാറ്റാനാവാത്ത നഷ്ടത്തിൻ്റെ വേദനയിലാണ് നോവൽ അവസാനിക്കുന്നത്. വികാരങ്ങളുടെ നഷ്ടപ്പെടൽ കൊണ്ടായിരുന്നില്ല, മറിച്ച് സാമൂഹിക സമ്പ്രദായങ്ങൾ, തീരുമാനമെടുക്കാനുള്ള നിസ്സംഗത, കാലത്തിൻ്റെ വിധി എന്നിവയാൽ തകർക്കപ്പെട്ട രണ്ട് മനുഷ്യരുടെ കഥയാണത്. ഇതാണ് ശരത്ചന്ദ്ര ചട്ടോപാധ്യായ് 1917 എഴുതിയ ദേവദാസ് എന്ന ബംഗാളി റൊമാൻസ് നോവലിൻ്റെ കഥ. 2026 ഇറങ്ങിയ അരുൺ മാതേശ്വറിൻ്റെ DC എന്ന സിനിമയുടെ കഥ വളരെ ചുരുക്കത്തിൽ ഇങ്ങനെയാണ്. അമ്മയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്തതിനെ തുടർന്ന് പിതാവുമായുള്ള ബന്ധം വേർപിരിയേണ്ടി വന്ന് ആ ദുഃഖത്തിൽ ജീവിക്കുന്ന ഒരു ഗാങ്സ്റ്ററാണ് ദാസ്. അഴിമതിക്കാരായ പോലീസുകാരാൽ വഞ്ചിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത ഒരു കർഷക കുടുംബത്തിനു വേണ്ടി തൻ്റെ ഗ്യാങ് ഇടപെട്ടതോടെ ദാസ് പോലീസിൻ്റെ വേട്ടയാടലിന് ഇരയാകുന്നു. ഓഫീസർ ഭോജ്രാജിൻ്റെ മാൻഹണ്ടിൽ നിന്ന് ഒളിച്ചോടുന്നതിനിടയിൽ ഒരു ലോഡ്ജിലെ ഗായികയായ പാർവതിയുമായി ദാസ് അടുപ്പത്തിലാകുന്നു. എന്നാൽ പോലീസ് റെയ്ഡിനിടെ അവൾ വെടിയേറ്റ് മരിക്കുന്നത് അവൻ്റെ പ്രതികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. പിന്നീട് ലൈംഗിക വ്യാപാരത്തിനായി ഏകദേശം 18 വർഷത്തോളം തടങ്കലിൽ പാർപ്പിച്ചിരുന്ന ചന്ദ്രയെ അവൻ ഒരു വേശ്യാലയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ശസ്ത്രക്രിയയിലൂടെ അവളുടെ മാതൃത്വത്തിനുള്ള ശേഷി നശിപ്പിച്ചിരുന്നു. ചന്ദ്ര ദാസിൻ്റെ ജീവിതത്തിൽ പാർവതിയുടെ പകരക്കാരിയായി മാറുന്നു. അവൻ്റെ പ്രണയത്തിലും അക്രമത്തിലും പങ്കാളിയായി മാറുന്നു. ആ ഡോക്ടറെയും പിന്നീട് വഞ്ചകനായ ചുനിലാലിനെയും അവരെ വേട്ടയാടിയ പോലീസിനെയും കൊല്ലുന്നു. ഒപ്പം പോലീസ് ഓഫീസറായ ഭോജ്രാജിനെതിരായ ആക്രമണത്തിലും ചന്ദ്ര ദാസിനൊപ്പം നിൽക്കുന്നു. അവസാന പോരാട്ടങ്ങൾക്ക് ശേഷം അതിജീവിച്ച ദാസും ചന്ദ്രയും ഒരുമിച്ച് പോകുന്നതോടെയാണ് സിനിമ അവസാനിക്കുന്നത്. ദേവദാസ്, ചന്ദ്ര, പാർവതി എന്നീ പേരുകൾ ദേവദാസ്, ചന്ദ്രമുഖി, പാർവതി എന്നീ കഥാപാത്രങ്ങളെ വ്യക്തമായി അനുസ്മരിപ്പിക്കുന്നവയാണ്. പേരുകൾ മാത്രമല്ല ദേവദാസും DCയുമായുള്ള കണക്ഷൻ നിലനിർത്തുന്നത്. നോവലിലെ ദേവദാസ്, സിനിമയിലെ ദാസ്, ഇവർ രണ്ടുപേരും മുൻപ് ചെയ്ത പ്രവൃത്തികളുടെ കുറ്റബോധത്താൽ സ്വയം നശിക്കാനുള്ള പ്രവണത കാണിക്കുന്നവരാണ്. അമിതമായ മദ്യപാനം, നഷ്ടബോധത്തിൽ നിന്ന് മോചിതനാകാനുള്ള കഴിവില്ലായ്മ, ഇതെല്ലാം ഈ രണ്ട് കഥാപാത്രങ്ങൾക്കുമുണ്ട്. എന്നാൽ നോവലിലെ ദേവദാസ് ഒന്നും ചെയ്യാനാവാതെ തകർന്നു പോകുന്ന, സ്വയം പഴിക്കുന്ന കഥാപാത്രമാകുമ്പോൾ സിനിമയിലെ ദാസ് നിർവചിക്കപ്പെടുന്നത് വയലൻ്റ് ആക്ഷനിലൂടെ എന്തിനേയും കൈകാര്യം ചെയ്യുന്നതിലൂടെയാണ്.
ഒരാൾ ഒന്നും ചെയ്യുന്നില്ല, മറ്റേയാൾ ചെയ്യുന്നതെല്ലാം അക്രമാസക്തമാണ്. പബ്ബിൽ ഒരുത്തൻ ഫോണിൽ സംസാരിക്കുന്നത് പോലും സൗമ്യമായി ഇടപെട്ട് തീർക്കാൻ ദാസ് ശ്രമിക്കുന്നേയില്ല. ആദ്യം അടി, പിന്നെ സംസാരം എന്ന ശൈലിയാണ്. നോവലിലെ കഥാപാത്രത്തിൻ്റെ പ്രധാന സവിശേഷതകളായ കുറ്റബോധവും നഷ്ടബോധവും നിലനിർത്തുമ്പോൾ പ്രവർത്തനശേഷിയും വൈകാരികതയും മറ്റൊരു എക്സ്ട്രീമിലാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. നോവലിലെ പാർവതി സിനിമയിലേക്ക് എത്തുമ്പോൾ പേരും ഒരു ഐഡിയലായ എന്നാൽ ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്ത ആദ്യ പ്രണയം എന്ന സ്ഥാനവും നിലനിർത്തിയിട്ടുണ്ട്. നോവലിലെ പാർവതി എന്ന പാരോ ദുഃഖകരമായ മറ്റൊരു ജീവിതത്തിലേക്കാണ് നീങ്ങുന്നത്. എന്നാൽ സിനിമയിലെ പാർവതി കൊല്ലപ്പെടുന്നു. നോവലിലും സിനിമയിലും ആദ്യ പ്രണയം ദാസിന് നഷ്ടമാവുകയാണ്. ഒരു പരിധിവരെ ആ നഷ്ടത്തിന് കാരണം ദാസാണ് താനും. നോവലിൽ ആ നഷ്ടപ്രണയത്തെ, ആ വേർപിരിയലിനെ ഒരു സ്ലോ സോഷ്യൽ ട്രാജഡി ആയിട്ടാണ് കാണിച്ചത്. എന്നാൽ സിനിമയിൽ ആ നഷ്ടത്തെ ക്രൂരമായൊരു റിവഞ്ച് സ്റ്റോറിയിലേക്കാണ് മാറ്റി എഴുതിയത്. നോവലിലെ ചന്ദ്രമുഖി സിനിമയിലേക്ക് എത്തിയപ്പോൾ ചന്ദ്രയായി. സാമൂഹികമായി അവഹേളിക്കപ്പെടുന്ന വേശ്യ എന്ന അവസ്ഥയിൽ നിന്നും നായകൻ്റെ ആദ്യ പ്രണയത്തേക്കാൾ നിർണായകമായ സ്ഥാനമാണ് നോവലിലും സിനിമയിലും നൽകിയിരിക്കുന്നത്. സിനിമയിൽ ചന്ദ്ര പോരാടുകയും തൻ്റെ ജീവിതം ഇല്ലാതാക്കിയ ഡോക്ടറെ കൊല്ലുകയും ചെയ്യുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ ദാസ് അവളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ അവളും പിന്നീട് ദാസിനെ പലപ്പോഴായി രക്ഷിക്കുന്നുണ്ട്. DC-യുടെ ഏറ്റവും വ്യക്തമായ ആശയം സ്വയം നശിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് പകരം റിവെഞ്ചിൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെയും വഴി സ്വീകരിക്കുന്നു എന്നതാണ്. ഡോക്ടറെ കൊന്ന ചന്ദ്ര അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നേയില്ലായിരുന്നു. എന്നാൽ ദാസ് അവളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സ്വന്തം നീതി സ്വയം നടപ്പിലാക്കുന്ന സ്ത്രീകളെ അവതരിപ്പിക്കാനുള്ള അരുൺ മാതേശ്വരൻ്റെ താല്പര്യം ഇവിടെയും കാണാം. നോവലിലെ വില്ലൻ കുടുംബത്തിനുള്ളിലെ ഘടകമാണ്. ജാതി വർഗ വ്യവസ്ഥിതിയിൽ നിലയുറപ്പിച്ച ഒരു കുടുംബം. സിനിമയിൽ ഇതിനെ മാറ്റി വില്ലനായി കാണിക്കുന്നത് അഴിമതിക്കാരായ പോലീസും ഭരണകൂടവും അടങ്ങിയ സിസ്റ്റത്തെയാണ്. നോവലിലും സിനിമയിലും മുന്നോട്ട് വയ്ക്കുന്ന ഈ വില്ലനിലുള്ള മാറ്റം ദേവദാസിൻ്റെ ആന്തരികമായ പ്രശ്നങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഒരു കണ്ടംപററി തമിഴ് ആക്ഷൻ ത്രില്ലറിൽ കുടുംബമഹിമയെ വില്ലനാക്കി കാണിക്കുന്നതിലും നല്ലത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നോവലിലെ മെയിൻ കോൺഫ്ലിക്റ്റ് ദേവദാസിൻ്റെ തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്ന സംഭവങ്ങളും അതോടൊപ്പം വ്യക്തിപരമായി അതെങ്ങനെ ബാധിക്കുന്നു എന്നുമാണ്. എന്നാൽ DC-യിൽ കഥാപാത്രങ്ങളുടെ ഉള്ളിൽ ഈ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രതിഫലനം വലിയ പോരാട്ടങ്ങളിലേക്കും അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നത് കഥയിൽ പോലും വരാത്ത മറ്റൊരു സമൂഹവുമാണ്. അതിനുദാഹരണമാണ് അഷ്റഫ് എന്ന പോലീസുകാരനും അയാളുടെ കുടുംബവും. നോവലിലെ പ്രധാന ആശയത്തെ ഒരു വയലന്റ് ക്രൈം ലോകത്തേക്ക് പകർത്തിയപ്പോൾ കഥാപാത്രങ്ങളുടെ പേഴ്സണൽ സ്ട്രഗിൾസിൻ്റെ സ്വഭാവം അടിസ്ഥാനപരമായി ഒന്നു തന്നെയാണ്. പക്ഷേ നരേഷനിൽ സിനിമയ്ക്ക് ആവശ്യമായ സ്ട്രക്ചറൽ ഇൻവേർഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സോഷ്യൽ ട്രാജിക് റൊമാൻറ്റിക് നോവലിൽ നിന്നും റൊമാൻറ്റിക് ക്രൈം വയലന്റ് ലോകമാണ് സിനിമയിൽ. ജോണറിനെ പൂർണ്ണമായും തലതിരിച്ചു വെച്ചിട്ടുണ്ട്. പാർവതിയുടെ വീടിന് മുൻപിൽ മരിച്ചു വീഴുന്ന ദേവദാസിനെ സിനിമയിൽ പക വീട്ടിയതിനു ശേഷം പുതിയൊരു ജീവിതത്തിനായി ചന്ദ്രയോടൊപ്പം പോകുന്ന ഒരു സർവൈവിങ് ക്യാരക്ടറായിട്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. സാമൂഹിക വ്യവസ്ഥയുടെയും അതോടൊപ്പം വ്യക്തിപരമായ പ്രവൃത്തികളുടെയും പ്രതിഫലമായി രണ്ടാമതൊരു ജീവിതത്തിനും അവസരത്തിനും വേണ്ടി ശ്രമിച്ചിട്ടും കിട്ടാതെ പോകുന്ന കഥ നോവലിൽ പറഞ്ഞപ്പോൾ തകർച്ചയ്ക്കിടയിലും സ്വന്തം ജീവിതത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്ത് പുതിയൊരു തുടക്കത്തിനായി പുറപ്പെടുന്ന രണ്ടാമതൊരു അവസരം കണ്ടെത്തിയ പുതിയ ബന്ധത്തിൻ്റെ കഥയാണ് DC പറയുന്നത്. പാർവതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് അവസാനിക്കുന്ന നോവൽ സിനിമയിലേക്ക് വന്നപ്പോൾ ദാസിൻ്റെ കഥയിൽ പാർവതിയെ ചന്ദ്രയിലൂടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നോവലിലും സിനിമയിലും വരുന്ന മറ്റ് കഥാപാത്രങ്ങളിൽ പലരും കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രതിഫലനങ്ങൾ മാത്രമാണ്. ദാസ്, പാർവതി, ചന്ദ്ര എന്നിവരോളം സാമ്യമുള്ളതായി തോന്നിയില്ല. പ്ലോട്ടും സെറ്റിങ്സും ജോണറും ഒരുപാട് വ്യത്യസ്തമാണെങ്കിലും കഥാപാത്രങ്ങളുടെ ആന്തരികമായ വികാരങ്ങളും പ്രശ്നങ്ങളും ഒരു പരിധിവരെ പകർത്തിയിരിക്കുക തന്നെയാണ്. ദേവദാസിൻ്റെ ഒരു മോഡേൺ ഇൻസ്പിറേഷനാണ് DC. അതും സെറ്റ് ചെയ്തിരിക്കുന്നത് അരുൺ മാതേശ്വരൻ്റെ സ്വന്തം ക്രൈം വയലന്റ് വേൾഡിൽ. ദേവദാസ് എന്ന നോവലിനോട് DC എന്ന സിനിമ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് നൽകുവാൻ ഉദ്ദേശിച്ചത്. സിനിമയിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്. അത് OTT റിലീസിന് ശേഷം മറ്റൊരു വീഡിയോ ആയി ചെയ്യാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.